ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠാ കേസിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. സംഭാവന നൽകിയ സ്വർണത്തെക്കുറിച്ചാണ് ചോദിച്ചറിഞ്ഞത്. മോഹൻലാലിന്റെ അടക്കം മൊഴിയെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം ചോദ്യം ചെയ്ത് SIT ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠാ കേസ് അന്വേഷിക്കുന്ന വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തത്. സംഭാവന നൽകിയ സ്വർണത്തെക്കുറിച്ചാണ് മൊഴിയെടുത്തത്. കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് സ്വർണം സംഭാവന ചെയ്ത മോഹൻലാൽ അടക്കമുള്ള നടന്മാരുടെ മൊഴി ഈ ആഴ്ച തന്നെ രേഖപ്പെടുത്തും. സ്വർണം നൽകിയവരിൽ പലർക്കും അളവിനെക്കുറിച്ച് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ കണക്കിൽ വിജിലൻസിന് വ്യക്തത ലഭിച്ചിട്ടില്ല. സംഭാവന ലഭിച്ച സ്വർണത്തിന്റെ കണക്ക് കൂടാൻ സാധ്യതയുണ്ട്. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ച കൊല്ലം വിജിലൻസ് കോടതി വിധിക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും. വിചാരണ കോടതിയുടെ ഉത്തരവ് വിശദമായി പഠിച്ച ശേഷമാണ് ഹൈക്കോടതി സമീപിക്കാൻ SIT ഒരുങ്ങുന്നത്. ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന തെളിവുകളെക്കുറിച്ചും SIT ആലോചന നടത്തി. ജാമ്യ ഉത്തരവ് പുറത്തുവന്നതോടെ മന്ത്രിയെ രക്ഷിക്കാനാണ് തന്ത്രി അറസ്റ്റ് ചെയ്തതെന്ന നിലപാടിലാണ് കോൺഗ്രസും BJPയും. തന്ത്രിക്കെതിരെ ആക്രമണം CPIഎമ്മും മന്ത്രിമാരും ആവർത്തിക്കുന്നുമുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.